ചില ആൾക്കാരെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ഈ കൈവിഷ പ്രോബ്ലത്തിന് ഈ മഹാകാളി ഹീലിംഗ് പറ്റുമോ? അപ്പോൾ ഞാനതിനെപ്പറ്റി വ്യക്തമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയാറില്ല. പക്ഷേ മഹാകാളി ഹീലിങ്ങിൽ ഈ കൈവിഷത്തിൻ്റെ പ്രശ്നങ്ങൾ മാറിപ്പോയ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരു 2-3 അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. നല്ല 100% എഫക്റ്റീവായ 2-3 അനുഭവങ്ങൾ. ഒന്ന്, പുറത്തുള്ള ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം ഹീൽ ചെയ്യാൻ വന്ന് ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് നമ്മളുടെ തുടങ്ങി ഇരുന്ന് ദേവിനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് ദേവി സാന്നിധ്യമുണ്ട്. ദേവി വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ പയ്യനെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പോയി ഛർദ്ദിച്ചോ, കുഴപ്പമില്ല, മൊബൈൽ ഓഫ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ഛർദ്ദിച്ച് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി, ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് പോയി ഛർദ്ദിച്ചു. അപ്പോൾ രണ്ടാമത് ഛർദ്ദിച്ച് വന്ന പുള്ളി പറഞ്ഞ്, ഈ ഛർദ്ദിച്ച് പോയപ്പോൾ ഒരു പിങ്ക് കളറിലുള്ള ഒരു സാധനം, അത് നമ്മൾ കഴിച്ചേക്കണ ഒരു സാധനമല്ല, ഒരു റോസ് കളർ, അങ്ങനത്തെ ഒരു കളർ തന്നെ നമ്മുടെ ഫുഡിലൊന്നിലും വരുന്ന സാധനമല്ല, വേറൊരു പ്രത്യേക സാധനം, ഒരു ഐറ്റം ഇങ്ങനെ ഛർദ്ദിച്ചപ്പോൾ പോയി എന്ന് പറഞ്ഞു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ. പിന്നെ പുള്ളി കഴിക്കാത്ത എന്തൊക്കെയോ സാധനങ്ങളും കൂടി ഛർദ്ദിച്ച് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു പറഞ്ഞിട്ട് ഇയാളുടെ വയറിങ്ങനെ വല്ലാണ്ട് വേർതിരിക്കുകയായിരുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് ചേട്ടാ ഫുഡ് കഴിച്ചിട്ട് പറ്റാത്ത ഫുഡ് ഇൻഫെക്ഷനാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അയാൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതോടെ ഇയാളുടെ എനർജി ഹൈ ആയി, എനർജി ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അത് ഒരനുഭവം. അപ്പോൾ അതിപ്പോൾ എനിക്ക് മനസ്സിലായി കൈവിഷമാണ്. ഞാൻ പറഞ്ഞ കൈവിഷമാണ്. അപ്പോൾ കൈവിഷം കൊടുത്തേക്കുന്ന ആളെയും ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഈ ആൾ തന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അപ്പോഴും സമാനമായ അനുഭവം, സെയിം തന്നെ. അപ്പോഴും ഇതേ കളറിലുള്ള സാധനങ്ങൾ വൊമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇന്നലെ ഭക്ഷണം കഴിച്ചത്? പുള്ളിക്കാരൻ ഭക്ഷണമൊക്കെ കുറവ് കഴിക്കുന്ന ആളാണ്. അതേ കളറിലുള്ള ആ ഐറ്റം അയാൾ അന്ന് ഛർദ്ദിച്ചു. അപ്പോൾ നമുക്ക് കൺഫേം ആയി. അപ്പോൾ അതിലും ആ കൈവശത്തിൻ്റെ പ്രശ്നം അവിടെ തീരുകയാണ്. പിന്നെ വേറൊരു കക്ഷി, നമ്മുടെ നാട്ടിലുള്ള ഒരാൾ, ഒരു പെൺകുട്ടിയാണ്. ഇതുപോലെ തന്നെ എപ്പോഴും ഡിപ്രഷൻ കാര്യങ്ങൾ, മാനസികമായ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരാൾ ഇതുപോലെ സെഷൻ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ സെഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വായിന്ന് പുറത്തേക്ക് ചില സാധനങ്ങൾ വന്നു തുടങ്ങിയാണ്. അപ്പോൾ ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ജോലിയും കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഒരു 6 മണി സമയത്താണ് സെഷൻ നമ്മൾ ചെയ്യണത്. നമ്മൾ ഈ മലരുണ്ടല്ലോ, മലര്, വെള്ള കളറിലുള്ള ആ ഒരു കഴിക്കുന്ന സാധനം, മലര്, അതേപോലത്തെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ എവിടെ നിന്നാണെന്ന് അറിയാം, അതിനേക്കാളും ചെറുത്, അത്രയും വലിപ്പമില്ല, അതിൻ്റെ ഒരു പകുതി വലിപ്പം ഉണ്ടാവും. അതിങ്ങനെ നാക്കമേ കൂടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കരുത്. എനിക്ക് തോന്നുന്നത് ഒരു 5-10 മിനിറ്റോളം ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അത് അതേപോലത്തെ ഒരു ഷേപ്പിൽ, എന്നാൽ കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക, കുറച്ചിങ്ങനെ ജെല്ലി ടൈപ്പിലുള്ള ഒരു ഐറ്റം വരുന്നു. അപ്പോൾ അത്ഭുതപ്പെട്ടു പോയി വാസ്തവത്തിൽ. അപ്പോൾ അത് ഇങ്ങനെ പുറത്തേക്ക് വന്ന് അതിനെ കാണിച്ചു തന്നു. ലാസ്റ്റ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് തന്നെ കാണിച്ചു തന്ന സാധനം, നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്നുള്ളത് അത്ഭുതമായിട്ട് തോന്നി. പക്ഷേ അതിന് ഇതുപോലെ തന്നെ എന്തോ പാർട്ടിക്കിൾ റിലീസായി പോയതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കൈവിഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്ത് സംഭവമാണെന്നുള്ളതാണ് വിചാരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ പൂർണ്ണമായിട്ട് അത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അതേപോലെ 3ാമത്തെ കേസ് ഇതേപോലെ വടക്കൻ കേരളത്തിലുള്ള ഒരു വലിയൊരു ബിസിനസ്സുകാരൻ ചെയ്യാൻ വന്നു. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ വന്നിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് വൊമിറ്റിങ്ങിന് ചെയ്യാനുള്ള ടെൻഡൻസി കാണിച്ചു. ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരുന്നത് പുള്ളിക്കാരുടെ അടുത്ത്. എന്നെ കണ്ടിരുന്ന് 5 മിനിറ്റ് ഛർദ്ദിക്കാനേ വന്നുകൊണ്ടിരിക്കും. ഛർദ്ദിക്കണില്ല, പക്ഷേ ഞാൻ പോയി വൊമിറ്റ് ചെയ്തോളാം, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വൊമിറ്റ് ചെയ്തില്ല. പക്ഷേ അയാൾ അന്ന് സെഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് വൊമിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വൊമിറ്റ് ചെയ്ത് എന്തൊക്കെയോ സാധനങ്ങൾ അയാളുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ പുള്ളി എന്നെ അന്ന് പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ വിളിച്ചു, സാറേ എന്താണെന്ന് പറഞ്ഞോളൂ, ഞാൻ കഴിച്ച സാധനങ്ങളൊന്നുമല്ല, വേറെ എന്തൊക്കെയോ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വെളിയിലേക്ക് ഛർദ്ദിച്ച് പോയി. അത് ശേഷം എനിക്ക് എന്താണെന്ന് പറഞ്ഞോളൂ, എനിക്ക് ഭയങ്കരമായ മാറ്റങ്ങളാണ്. അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. അതേപോലെയാണ് എൻ്റെ ബോഡി, എൻ്റെ മൈൻഡ്. ഇതുവരെയും എനിക്ക് എന്തൊക്കെയോ സംഭ്രമങ്ങൾ, വീട്ടിലുള്ളൊരു ദേഷ്യം കയറലും ചാടലും തുള്ളലും ഒക്കെ ആയിരുന്നു. പിന്നെ ബിസിനസ് വഴിയൊക്കെ നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല മാറ്റങ്ങൾ പുള്ളിക്കാരൻ വന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷവും പുള്ളി എന്നെ 1-2 പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഞാനിതിങ്ങനെ ഈ കൈവിഷത്തിൻ്റെ കാര്യം നമ്മളുടെ ഹീലിങ്ങിൽ മാറുമെന്ന് ഞാനധികം അനൗൺസ് ചെയ്യാതിരിക്കുന്നതാണ്. കാരണം അത് അങ്ങനെ ഒരു സംഭവം നമുക്ക് ദേവി കൈവിഷം മാറ്റി തരാമെന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ചെയ്യുമ്പോൾ ഇത് മാറിപ്പോയിട്ടുണ്ട്. അത് ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇങ്ങനെ കൈവിഷത്തിൻ്റെ എഫക്റ്റ് മാറിപ്പോയ അനുഭവങ്ങളാണ് ഞാൻ എന്നോട് ഷെയർ ചെയ്തത്. അതുപോലെ റീസെൻ്റായിട്ട് ഒരാഴ്ച മുന്നും ഇതുപോലെ തന്നെ ഒരു കേസ് വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെ വന്നാണ്. ഒരു ലേഡിയാണ് ഇതുപോലെ തന്നെ വന്നിരുന്ന്. അപ്പോൾ അവർ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി, അവരുടെ സ്കിന്നിൻ്റെ കളർ കണ്ടപ്പോൾ തോന്നി എന്തോ ഒരു വിഷാംശം നിങ്ങളുടെ ശരീരത്തിലുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറയുകയും ചെയ്തു. പറഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വൊമിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ വൊമിറ്റ് ചെയ്തില്ല കേട്ടോ. പക്ഷേ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ മാറ്റങ്ങൾ, ഫേസിൻ്റെ കളറെല്ലാം മാറി, അവർക്ക് നല്ലൊരു ഗ്ലോ വന്നെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കൈവിഷം ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളത് മാറ്റാനായിട്ട് ശ്രമിക്കണം. സാധാരണ നമ്മൾ ചെയ്യണത്, ആലപ്പുഴയിലുള്ള ഒരു അമ്പലമുണ്ട്, അവിടെ പോയിട്ട് അവിടെ നിന്ന് എന്തോ മരുന്നെന്തോ കൊടുക്കും, അത് വാങ്ങി കഴിച്ച് ഛർദ്ദിക്കലാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും അത് എത്രത്തോളം എഫക്റ്റീവ് ആകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ പേരൊക്കെ മാറിപ്പോകുന്നുണ്ട്. പിന്നെ വിഷഹാരി ഗുളിക എന്ന് പറഞ്ഞ ഗുളികയുണ്ട്. ആ ഗുളിക മേടിച്ച് ശിവൻ്റെ അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ചിട്ട് വാങ്ങിയിട്ട് രാവിലെ കഴിക്കാനായിട്ട് ഇതുപോലുള്ള ആളുകൾ പറയാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയാറുണ്ട്. പറഞ്ഞിട്ട് അറിവ് എനിക്കുള്ളൂ കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാനങ്ങനെ ഒരു അതോറിറ്റി ആയിട്ട് പറയുന്നതല്ല. അത് ഇതേപോലെ തന്നെ എഫക്റ്റീവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് മരുന്നായിട്ട് എൻ്റെ അറിവുകളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ അറിവുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ബാക്കിയുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു ചെടിയുടെ വേരെടുത്തിട്ട് ഇതുപോലെ ചെയ്യാമെന്ന് പറയാനുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ വേര് അതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അത് പറഞ്ഞു തരാനായിട്ട്. കാരണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അറിയാത്ത കാര്യം ചുമ്മാ പറഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടല്ലോ. അതിലാണ് ഉണ്ടായിരിക്കണം കേട്ടോ. പക്ഷേ നമ്മളുടെ ഹീലിങ്ങിനകത്ത് ഇതേപോലെ ഇത്രയും അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി ഭാവിയിലേക്ക് ഇനി ആരെങ്കിലും ഈ കൈവിഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, കൈവിഷത്തിൻ്റെ കാര്യം ചോദിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഹീലിംഗ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ്. പുതിയ തലമുറക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ വിശ്വാസം തോന്നില്ല. പക്ഷേ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ നോക്കിയും കണ്ടും പോയാൽ ആരോഗ്യത്തോടെ ഇരിക്കാം. അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.